ശർക്കര വരട്ടിയത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചക്കായയാണ്. പച്ചക്കായയുടെ തൊലിയൊക്കെ ആദ്യം കളഞ്ഞെടുക്കാം. അതിന് മുന്നേയിട്ട് കയ്യിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ആക്കിയെടുക്കാം. വെളിച്ചെണ്ണ ആക്കിയെടുക്കുന്നത് കയ്യിൽ കറ പറ്റാതിരിക്കാനാണ്. ഇതുപോലെ രണ്ടറ്റവും മുറിച്ചെടുത്തതിന് ശേഷം ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. തൊലി കളഞ്ഞെടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതതിൻ്റെ കറയൊക്കെ നല്ലപോലെ മാറ്റിയെടുക്കാൻ വേണ്ടി സഹായിക്കും. ഇതുപോലെ പുറം ഭാഗം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. ഒന്നുകിൽ കത്തിയുടെ ബാക്ക് ഉപയോഗിച്ചോ അല്ലാതെ നല്ലൊരു സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ അതുകൊണ്ടോ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു കിച്ചൺ ടിഷ്യൂ അല്ലെങ്കിൽ തുണിയോ ഉപയോഗിച്ച് നല്ലപോലെ തന്നെ ഒന്ന് വെള്ളമൊക്കെ മാറ്റിയെടുക്കാം. അതിനുശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ശർക്കര ഉപ്പേരി ആക്കാൻ വേണ്ടിയിട്ട് പഴം ഇതുപോലെ രണ്ടായിട്ടാണ് കട്ട് ചെയ്തെടുക്കുക. രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരല്പം കനത്തിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും കനത്തിലെങ്കിലും കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നേരത്തെ ഞാനിവിടെ കട്ട് ചിപ്സിന് വേണ്ടി കട്ട് ചെയ്തതാണ് സൈഡിൽ കാണുന്നത്. ഇതിപ്പോൾ ശർക്കര വരട്ടിക്കും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് സമയമെടുത്ത് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇതിൻ്റെ ചൂടൊക്കെ നല്ലപോലെ ആറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം വേണം ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ചൂടൊക്കെ നല്ലപോലെ ആറി വന്നിട്ടുണ്ട്. അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനായിട്ടുള്ള ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 1/4 കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഒറ്റനൂൽ പരുവാകുന്നത് വരെയാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. ഈ ഒരു പാകത്തിനായി വരുമ്പോൾ നമുക്ക് ശർക്കര പാനി എടുത്ത് ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിപ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചിപ്സിൻ്റെ ചൂട് നല്ലപോലെ തന്നെ മാറിയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി 1.5 ടീസ്പൂൺ ചുക്ക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചുക്ക് പൊടി ഒരൽപ്പം നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ രുചി ഒന്നും കൂടെ കൂടും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജീരകത്തിൻ്റെ പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ വേറിട്ട് നിൽക്കാൻ വേണ്ടി തുടങ്ങും. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പൊടിച്ചതോ അല്ലെങ്കിൽ ഡയറക്റ്റ് പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് വേറെ വേറെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ ഇതുപോലെ വേറെ വേറെ ആയി കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര ഉപ്പേരി നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്.